അവസാനമാണ് ദാവീദിന്റെ പുത്രനായി യേശു ലോകത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യകുലത്തിന് ജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യനെ വീണ്ടെടുത്തുകൊണ്ട് രക്ഷയിലേക്ക് നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കുവാൻ തക്കവിധം മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യേശു ബലിയായി തീരുക. യഹൂദ പശ്ചാത്തലത്തില് യഹൂദന്മാര് ക്രിസ്തുവിന് മുമ്പ് എല്ലാ വർഷവും ഒരു വയസ്സുള്ള ഒരു മുട്ടാടിൻ കുട്ടിയെ ദേവാലയത്തിൽ അവരുടെ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരുടെ പാപം മുഴുവനും ഈ കുഞ്ഞാടിന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടാണ് അവർ ബലിയർപ്പിച്ച് പാപമോചനം നേടിക്കൊണ്ടിരുന്നത്. അപ്പൊ മനുഷ്യന്റെ പാപം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിനുണ്ടാകുന്ന വിങ്ങല് ഏത് വിധത്തിൽ മാറ്റിയെടുക്കാമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്തില് അവർ ഈ കുഞ്ഞാടിന്റെ തലയിൽ അവരുടെ പാപങ്ങൾ മുഴുവൻ വെച്ചുകെട്ടി ഈ കുഞ്ഞാടിനെ അറുത്ത് അവർ പാപ പരിഹാര ബലിയായി അർപ്പിക്കുക. അതെ, ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹാ ലോകത്തിലേക്ക് വന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി ജാതി മത വ്യത്യാസമില്ലാതെ ക്രിസ്തു സഭ സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തു പറഞ്ഞു, ഞാൻ സകല ജനത്തിനും വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതാണ്. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന അസ്വസ്ഥതകള് ഓരോ വ്യക്തിക്കും അറിയാം. ഏത് തരത്തിലുള്ള പാപം അവൻ ചെയ്താലും അതിനുള്ള മനക്കുത്ത് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു വിങ്ങൽ അവനുണ്ടാകും. ഈ വിങ്ങലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് കുമ്പസാരമുണ്ട്. മറ്റുള്ളവർക്ക് അവരുടെ മതത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച്